ഹലോ ഗൈസ്, പോക്കിമോണിസ്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മൾ അങ്ങനെ ലെജൻഡറി പോക്കിമോൺ കാലോസ് റീജിയനിലെ ലെജൻഡറി പോക്കിമോണായിട്ടുള്ള സെർനിയസ് ഫെറി ടൈപ്പ് പോക്കിമോണാണ് നമ്മളത് ക്യാച്ച് ചെയ്തത്. ആക്ച്വലി അവരുടെ ടീം ഫ്ലെയർ അവരുടെ അൾട്ടിമേറ്റ് വെപ്പണിന് വേണ്ടിയിട്ട് ആ വെപ്പണിന് എനർജി വേണ്ടല്ലോ. സോ ആ ഒരു എനർജി ഈ ഒരു ലെജൻഡറി പോക്കിമോണിൽ നിന്ന് അബ്സോർബ് ചെയ്ത് എടുത്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് ആ പോക്കിമോണിനെ അവിടെ അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മെഷീനിൽ. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എല്ലാ ടീം ഫ്ലെയർ ഗ്രൻസിനെയും ടീം ഫ്ലെയർ മെമ്പേഴ്സിനെയും നമ്മൾ ഡിഫീറ്റ് ചെയ്തു. സോ അതിന് ശേഷം നമ്മൾ സെർനിയസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്വയം പുറത്ത് ആ ഒരു മെഷീനിൽ നിന്ന് പുറത്ത് വന്ന് അത് അതിനെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതായത് ആ ഒരു പോക്കിമോനെ ആ ഒരു മെഷീനിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്വയം പുറത്ത് വന്നിട്ട് നമ്മളായിട്ട് ബാറ്റിൽ ചെയ്തു. സോ അതാണ്. സോ വീഡിയോ ഇതുവരെ കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, so let's continue our episode. Okay, what is starting development? I never would have thought you were really a chosen one. അതായിരിക്കും. നേരത്തെ ഇവർ പറഞ്ഞു ടീം പ്ലെയർ ലിസാൻഡ്രയെ വിളിക്കണം. നേരത്തെ നമ്മൾ ഡിഫീറ്റ് ചെയ്തപ്പോൾ ഇവർ ടീം പ്ലെയർസിനെ ഡിഫീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ഫോർ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഓക്കെ, so this is the mighty Xerneas. I expected more from a Pokemon called a legend. You deserve help from people. You need help from a human. Okay. ഷോണ ചോദിക്കുന്നത് എന്താണ്? ശരിയാണല്ലോ, കുറേ എന്തോ ഡിവൈസസ് കുറേ വെച്ചിട്ടുണ്ട്. മറ്റേ സ്പൈഡർമാൻ്റെ ഡോട്ടർ ഒക്ടോപസ് പോലെ ഉണ്ട്. For me, victories is the use the ultimate weapon. Okay, in order to do that, I need to reclaim the legendary Pokemon power and send it to that weapon once again. Oh my god, I'll be taking the legendary Pokemon back now. This time I won't lose. I too shall use the Mega Ring and Mega Stone that you researched during your travels. അങ്ങനെയാണെങ്കിൽ ബാറ്റിങ്ങിനായുള്ള പോപ്പാണാണ് ലിസാൻഡർ. ഇയാളെ വിചാരിച്ച പോലെ എല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് വെപ്പൺ യൂസ് ചെയ്യണം. ഓക്കെ ഗൈസ്, നിങ്ങളിത് കണ്ടോ? ഇത് ശരിക്കും ഈ ഡോക്ടർ ഒക്ടോപസ് പോലെ ഉണ്ട്. മറ്റേ സ്പൈഡർമാൻ മൂവീസിലെ വില്ലൻ ഡോക്ടർ ഒക്ടോപസ് പോലെ ഉണ്ട്. ഓക്കെ, മെയിൻ ഷോ. അപ്പോൾ അയാളുടെ കയ്യിലും ഒരു മെഗാ എവല്യൂഷൻ മെഗാ സ്റ്റോൺ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ലെജൻഡറി പോക്കിമോൺ, നമ്മൾ ഇപ്പോൾ പിടിച്ച ലെജൻഡറി പോക്കിമോണിനെ അയാൾ തിരിച്ചെടുത്തിട്ട് വീണ്ടും അൾട്ടിമേറ്റ് വെപ്പണിലോട്ട് ആ മെഷീൻ്റെ അകത്ത് ഇടുന്നാണ് പറയുന്നത്. എന്നാലേ ആ ഒരു അൾട്ടിമേറ്റ് വെപ്പണിന് പവർ കിട്ടിയിട്ട് എന്നിട്ട് വേണം അയാൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അക്രോബാറ്റിക്സ് ഫ്ലൈയിങ് ടൈപ്പ് ആവല്ലേ അതെങ്ങനെ? ഓക്കെ, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതേ നോക്കിക്കോ നിങ്ങൾ. കാക്കാഷി ആക്ച്വലി നടുത്തോട് വരുന്ന ഒരു വാവയുടെ പേരാണ് കേട്ടോ. അതാണ് നമ്മുടെ ലെജൻഡറി പോക്കിമോണിൽ ഞാൻ ഇട്ടിട്ടുള്ള പേര്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഹിറ്റ് നോക്കുന്നേ എൻ്റെ പോലെ. ഓക്കെ, അടുത്തത് ഹോൺസ്കോ. ലെറ്റ്സ് ഗോ ഫോർ മൂൺ ബ്ലാസ്റ്റ്. അത്രയേ ഉള്ളൂ. ഇത് ഫേവറേറ്റ് ടൈപ്പ് പോക്കിമോൺ ആണല്ലോ, അപ്പോൾ സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും ഡാർക്ക് ടൈപ്പ് അഗെയിൻസ്റ്റ്. കണ്ടില്ലേ എൻ്റെ മോന് ഏത് പവർ. ഓക്കെ, അയാളുടെ 2 പോക്കിമോണാണ്. പൈറോ പോരട്ടെ. പക്ഷെ ഇതിനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഫയർ ബ്ലാസ്റ്റ് ഞാൻ വിചാരിച്ചു. ലൈസൻഡറുടെ കയ്യിൽ കൊള്ളാവുന്ന പോക്കെന്ന് പറയാൻ ആകെ കൂടി ഈ ഒരു പൈറോവും പിന്നെ മറ്റേ ഗാരഡോസ് മാത്രമേ ഉള്ളൂ. അവന് ഫയർ ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ പകുതി ലൈഫ് വെച്ചു. കണ്ടില്ലേ? എനിക്ക് അതിന് സംശയം വന്നു, ഇത് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുന്ന പോക്കിമോൺ അല്ല പൈറോ. നിങ്ങൾക്ക് പോക്കിമോൺ സ്വിച്ച് ചെയ്യേണ്ടി വരും.
എന്തായാലും ഓക്കെ ലെറ്റ്സ് ഗോ ലൂഷീസ്. നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാം നമ്മൾ ആരാണ്. ഓക്കെ ലെറ്റ്സ് ഗോ ബ്ലാസ്റ്റേഴ്സ്. ഇനിയാണ് മോനെ കളി ചെയ്ത് 5+ ചെയ്തു, അതുകൊണ്ടൊന്നും കാര്യമാകാൻ പോകുന്നില്ല. കണ്ടില്ലേ ആരോടെ കളിക്കുന്നു. ഒറ്റയടിക്ക് തീർത്തുക. എൻ്റെ മോന് പെർഫെക്റ്റ് കണ്ടില്ലേ, ആരോട്ട് കളിക്കണം. അതാണ് ആള് വന്ന് കളിക്കണം എന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ലെവൽ 59. എല്ലാ പൊക്കങ്ങളും ലെവലപ്പായില്ലേ. ഓക്കെ ഗ്യാരഡോസ്. ഇത് ഇയാളുടെ അവസാനത്തെ പൊക്കമാണെന്ന് തോന്നുക എനിക്ക്. ലാസ്റ്റ് പൊക്കമോ 4 പൊക്കമോൺ ഉണ്ടായിരുന്നു അയാൾക്ക്. അപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ അയാൾക്ക് ഒരു ചിലപ്പോൾ ഈ ഒരു പൊക്കമോൺ മെഗാ എവല്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അയാൾ പറഞ്ഞാണ് ഞാൻ ഇത്തവണ എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കും, എൻ്റെ ഇപ്പോൾ ഈ മെഗാ സ്റ്റോൺ ഉണ്ട്. സോ യെസ് ഞാൻ ഗെസ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച പോലെ അയാൾ ഇവല്യൂഷൻ കണ്ടില്ലേ. ഗ്യാലക്സി മെഗാ എവല്യൂഷൻ ഉള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഓക്കെ എനിക്ക് എന്തായാലും ലുക്കാറി വെച്ച് തന്നെ പോകണം. കാരണം ഇലക്ട്രിക് ടൈപ്പ് എഗെയിൻസ്റ്റ് നമുക്ക് നല്ലൊരു മൂവില്ല. ഇലക്ട്രിക് ടൈപ്പ് പോക്കിമോൺ ഇല്ലല്ലോ. സോറി വാട്ടർ ടൈപ്പിന് എഗെയിൻസ്റ്റ് നമുക്ക് തൽക്കാലം നല്ലൊരു പോക്കിമോൺ ബാക്കിയില്ല. ഇലക്ട്രിക് ടൈപ്പോ അല്ലെങ്കിൽ ഗ്രാസ് ടൈപ്പോ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. സോ ആകെ ലുക്കാവിയോ മാത്രമേ ഉള്ളൂ. സോ ലുക്കാവിയോ ഇസ് അവർ ഓൺലി ഹോപ്പ്. നമുക്ക് മെഗാ എവല്യൂഷൻ ചെയ്ത് നോക്കിയാലോ. മെഗാ എവല്യൂഷൻ ഓൺ മെഗാ എവല്യൂഷൻ. നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ ഇത്തോടെ ലിസാൻഡറുടെ അവസാനമായിരിക്കണം. ഇനി അവരൊരിക്കലും വരാൻ പാടില്ല. അതാണ് ഇതോടെ അവസാനമായിരിക്കും. അവസാനത്തെ ബാറ്റിലായിരിക്കും ലിസാൻഡറുടെ. ഞാൻ ഒരിക്കലും വരാൻ പാടില്ല. കാണിച്ചു കൊടുക്കാം നമുക്ക്. യെസ് ലെറ്റ്സ് ഗോ ഫോർ ക്ലോസ് കോംബാറ്റ്. അതന്നെ എൻ്റെ പൊന്നെ ഈ സൂപ്പർ എഫക്റ്റീവ്. ചിലപ്പോൾ ഈ മെഗാ എവല്യൂഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും ഇതായിരിക്കാം, എനിക്കറിയില്ല. ഐ തിങ്ക് വാട്ടർ ആൻഡ് ഡാർക്ക് ടൈപ്പ് ആയിരിക്കാമെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ കഴിഞ്ഞില്ലേ ലിസാൻഡ്രെ. ഇറ്റ്സ് ഓവർ. Full speak no vision will continue to befall this beautiful world. They will go on until the only thing left to do is trouble over the remaining scraps of hope. Okay. ആരോടെ കളി? നമ്മളോടെ കളി. ആളെ ഒഴിഞ്ഞ് കളിക്കണം. അതാണ് കഴിഞ്ഞില്ലേ. ഒച്ചയ്ക്കാണ് താങ്ങാൻ സാധിക്കുന്നില്ല. ഇപ്പം എത്രാമത്തെ തവണ ആദ്യം നമ്മൾ സെൻട്രൽ ലാബിൽ വെച്ച് ഒരു വർഷം ഡിഫീറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത് ഇവരുടെ സീക്രട്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ബാറ്റിൽ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ തവണ 3 തവണ നമ്മൾ ഇവന് ബാറ്റിൽ ചെയ്തു. 3 times. പൊന്നി. ഓക്കെ legendary Pokemon so you can't use the ultimate weapon anymore, right? Sanya ചോദിക്കുക. You don't have to worry about the future all by yourself. ശരിയാണ്. If that were possible, all wars would have ended long ago. I can only see one future. One where selfish, foolish human thinks about nothing other than themselves, steal more and more from one another. It's a tragic future. The original purpose of this device was to bring a Pokemon back to life. Ooh. The ancient king transformed it into this ultimate weapon. When the legendary Pokemon awakened, it took back much of its energy, its power that had been sent to the ultimate weapon. But there is no much power left. But there is enough to use it once.
ഇയാളുടെ യൂസ് ചെയ്യാൻ പോവാണോ? Crazy, sycamore peoples, let us live forever. That's right, I shall grant you eternal life. I will give you the pain of endlessly waiting for a beautiful world to finally be built. ഇയാളിത് വെപ്പൺ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണോ? ഇവിടെ നിന്ന് പുറത്തു പോകാനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് അവരുടെ കാര്യം? എന്തായാലും ലേസാൻഡറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടോ? നിങ്ങൾ അതായത് ഇയാളുടെ ലാബിൽ വെച്ച് പോയപ്പോൾ അവിടെ ഒരു കേജിൻ്റെ അകത്ത് ഒരു വലിയൊരാൾ ഉണ്ടായിരുന്നു. അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. കിങ് എന്ന് പറയുന്നത്, ഫോമർ കിങ്. സോ അയാൾ മറ്റേ പാസ്റ്റൻസ് ഒരു സ്റ്റോറി തോന്നില്ലേ, പണ്ട് പോക്കിമോൻ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു. ആ ഒരു ആള് ഭയങ്കര ഒരാളുടെയും ആ ഒരു പോക്കിമോൻ്റെയും ബോണ്ടിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് പിന്നെ എന്താണ് ഈ സ്റ്റോറി, ഒരു പാസ്റ്റൻസ് സ്റ്റോറി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോക്കിമോൻ അയാൾ വിട്ടുപോയി. കാരണം ഈ കുറേ പോക്കിമോൺസിൻ്റെ ലൈഫിന് ഈ ഒരു പോക്കിമോൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറി പ്രകാരമാണ് ഈ ഒരു അൾട്ടിമേറ്റ് വെപ്പൺ ഉണ്ടായതിൻ്റെ ഒരു പാസ്റ്റൻസ് സ്റ്റോറി. ഓക്കെ, എൻ്റെ പൊന്നെ, ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൺ ഇല്ലാണ്ടായിട്ടാ, ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൺ ഇല്ലാണ്ടായി. ഓക്കെ, അതും ഇപ്പോൾ എന്തായാലും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വിവരം ഇങ്ങനെ. ഇത് മറ്റേതല്ലേ, ഇവരുടെ പേര് എനിക്കറിയില്ല, പക്ഷെ ഇവര് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട്. തീർന്നോട്ട് അവർ അറിയും ഓൾഗോൺസ്. ഓക്കെ, as you can see, we are doing great. We work together to save the Pokemon connected to Stone Soup. I mostly left battling with Pinklet, Sienna and Dino. Sienna and Dixie അതാരാന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ടീംഫ്ലറിൻ്റെ ആ ഒരു ഹോളോകാസ്റ്റ് ഉണ്ടല്ലോ, ആ ഹോളോകാസ്റ്റിൽ ഈ ട്രെയിനേഴ്സിന് എല്ലാവരുടെയും ഡേറ്റ് ഉണ്ട്. അപ്പം അത് അവർക്ക് ഇനി ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാലം അവരത് വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാ ട്രെയിനേഴ്സിൻ്റെയും, കാലിസ്റ്റീരിയൻ്റെ എല്ലാ ട്രെയിനേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അവർക്ക് അതുവഴിയാണ് കിട്ടിയത്. ഓക്കെ, സോ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ടീംഫ്ലറിന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി. ഓക്കെ, താങ്ക് യു ഹൈസൻഡൻ. I have so much respect for your film. It's because I respect you that I want to be doing battle as your rival. I really mean it. Okay guys, ടീംഫ്ലറുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൺ തന്നെ ഇതായിപ്പോയി. ഇനിയിപ്പോൾ ഇനി അവരായിട്ട് ഇനി ബാറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ, ലോങ് ടൈം അഗോ, വെരി ലോങ് ടൈം അഗോ. മറ്റേന്നല്ലേ, ആ ചേമ്പറിൻ്റെ അകത്തിൽ നമ്മൾ കണ്ട അതേ ആൾ തന്നെയാണ്. ഓക്കെ, ദ മാൻ മെയ്ഡ് ആൻഡ് വെപ്പൺ യൂസിങ് ഇറ്റ് റിക്കവർഡ് ദ ലൈഫ് ഫോഴ്സ് ഓഫ് മിനി പോക്കിമോൺ. കണ്ടില്ലേ, ദ പോക്കിമോൺ ഗ്രാൻഡ് എറ്റർണൽ ലൈഫ് ആൻഡ് ലേൺ ദിസ്. ഓക്കെ, the resurrected eternal Pokemon left the man's side. The man was surprised and sad. He had revived so they could be together. Day after day passed, but they were never to meet. Eventually, he became a mere shell of a man coming to wander forever by the light of the weapon. Okay, അയാൾ ആ ഒരു പാസ്റ്റ് ടെൻസ് പറയാണ്. Okay, and a Pokemon that also wanders eternally. Where is it now? What do I have to meet it? Okay, അതായത് ആ ഒരു പാസ്റ്റ് സ്റ്റോറിയിൽ പറയുന്നുണ്ട് ആ ഒരു പോക്കിമോൻ, അയാൾ ഒരു കാലത്ത് ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, പിന്നെ അയാൾ സ്നേഹിച്ച ഒരു പോക്കിമോൻ ഉണ്ടായിരുന്നു.
അപ്പം ആ ഒരു പോക്കിമോണിനെ തിരിച്ചെടുക്കാനായിട്ട് അയാൾ കുറേ പോക്കിമോണിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. ഒരു വലിയൊരു യുദ്ധം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാസ്റ്റ് സ്റ്റോറി പറയുന്നുണ്ടായിരുന്നില്ലേ. നമ്മൾ ആ ചേമ്പറിൻ്റെ അകത്ത് പോയപ്പോൾ, ലിസാൻഡ്രെ ലാബിൻ്റെ അകത്ത് ചേമ്പറിൻ്റെ അകത്ത് പോയപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറി പ്രകാരം ആ പോക്കിമോണിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറേ പോക്കിമോണിൻ്റെ ജീവൻ എടുക്കേണ്ടി വന്നു. ഇയാൾ എന്നിട്ട് അത് വെച്ച് അൾട്ടിമേറ്റ് വെപ്പൺ ഉണ്ടാക്കി. പിന്നെ എന്താണ്, ആ പോക്കൻ പിന്നെ പോയതിന് ശേഷം തിരിച്ചു വന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. സോ അതാണ് അയാൾ പറയുന്നത്. ഇനിയിപ്പോൾ അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ചോദിക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു എപ്പിസോഡ് കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. സോ ഇനി ടീം ഫ്ലോ ആയിട്ടുള്ള ഒരു ബാറ്റിൽ ഉണ്ടാവില്ല, അവരുടെ കഥ കഴിഞ്ഞു. യെസ്, ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ഓഫ് ടീം ഫ്ലോ. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ.